പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാന്യായ AS വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, പുഷ്പാകരൻ മാഷ് വളരെ ഗംഭീരമായി വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഓരോ കഥയും പ്രത്യേകം പ്രത്യേകം എടുത്ത് അദ്ദേഹത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് അവതരിപ്പിച്ച് ഇരിക്കുകയാണ്. AS നമ്മളിൽ ഒരാളായി കുറെ വർഷമായി നടന്നു വരുന്ന ഈ വായനാ സന്ധ്യയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറെ പേർ ഗ്രന്ഥകാരന്മാരായി ഉണ്ട്. ഇപ്പൊ പ്രസിദ്ധീകരിച്ച 5ാമത്തെ പുസ്തകമാണെന്നാ തോന്നുന്നത്, അല്ലെ? 5ാമത്തെ പുസ്തകമാണ്. 8 പുസ്തകം എഴുതിയ മറ്റാൾ ഇവിടെ ഇരിക്കുന്നു, ബാലകൃഷ്ണൻ. അതുപോലെ രവീന്ദ്രൻ പാടി നിരവധി പുസ്തകങ്ങളുടെ കർത്താവാണ്. അതുപോലെ രാഘവ വെള്ളിപ്പാടി, നമ്മളെ വിട്ടുപോയ GR സദാനന്ദ മാഷ്, ഇങ്ങനെ ധാരാളം എഴുത്തുകാർ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് കാസർഗോഡ്. ഈ കഥകളുടെ അവതരണം ബാക്കിയുള്ളവരെ ഗ്രന്ഥകാരന്മാരാക്കിയില്ലെങ്കിലും രവി പന്തെടുക്കാൻ ഗ്രന്ഥകാരന്മാരാക്കിയില്ലെങ്കിലും നല്ല വായനക്കാരായി മാറ്റാൻ സഹായിക്കുന്ന കാര്യം സംശയമില്ല. AS പറയുന്നുണ്ട് അദ്ദേഹം ജീവിച്ച പരിസരത്തെ കുറിച്ച്. നമ്മൾ ജീവിച്ച പരിസരമാണെന്ന് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത് സാധാരണ പറയാറ്. സാധാരണ മദ്രസാ വിദ്യാഭ്യാസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി വരെ പഠിച്ചു വന്നത്. അതിനാവശ്യമായ പിന്തുണയും പശ്ചാത്തലവും ഒരുക്കുന്നതിൽ പല ആളുകളുടെയും സംഭാവന ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ പറയുന്നത് അതൊരു വൈദ്യമാമനുണ്ട്, അതുപോലെ നമ്മൾ ഉബൈദുണ്ട് കവി, അതുപോലെ ഒരു ഉസ്താദ് ഉണ്ട്, കാട്ടാമ്പള്ളി ഉസ്താദ്. ഇവരൊക്കെയാണ് ഔപചാരിക വിദ്യാഭ്യാസം മസ്റ്റാണ് എന്ന് അദ്ദേഹത്തിന്റെ ആശയം ഉണ്ടാക്കുകയും തുടർന്ന് അദ്ദേഹം ഡിഗ്രി വരെ പഠിക്കുകയും ചെയ്തത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല കഥാകാരനായിരുന്നെങ്കിൽ പോലും പിന്നീട് അതിന് തുടർച്ച വിട്ടുപോയി എന്ന് കാണുന്നു, അല്ലേ? തുടർച്ച വിട്ടുപോയി. ആ തുടർച്ച വിട്ടുപോകാൻ കാരണം അദ്ദേഹം പ്രവാസിയായി പോയത് കൊണ്ടാണ്. ജീവിതത്തിന്റെ പ്രവാസ ലോകത്തുള്ള പ്രാരബ്ധവും പ്രയാസവും കൊണ്ട് കഥ കയ്യിൽ നിന്ന് മാറിപ്പോയി എന്നതാണ്. പക്ഷെ ഇനിയാണ് ഇതിന് സാധ്യത. പ്രവാസ ലോകത്തെ നിരവധി അനുഭവങ്ങൾ ഉണ്ടാവും. സ്വന്തം അനുഭവം ഉണ്ടാവും, ചുറ്റുപാടും കാണുന്ന അനുഭവം ഉണ്ടാവും. അത് പ്രവാസം ഇന്ത്യക്കുള്ളിലാവാം, അല്ലെങ്കിൽ വിദേശത്താവാം. എവിടെയായാലും അവിടെയുള്ള എല്ലാമുള്ള അനുഭവം മികച്ച കഥകളാക്കി രൂപപ്പെടുത്താനുള്ള കാലമാണ് ഇനി AS വരാനിരിക്കുന്നത്. അദ്ദേഹം പ്രതീക്ഷയോടുകൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് പ്രവാസം സാഹിത്യകാരന്മാർ മുകുന്ദനും സക്കറിയയും OV വിജയനും എല്ലാം തന്നെ പ്രവാസ കാലത്തെ കുറിച്ചുള്ള മനോഹരമായ കഥകൾ എഴുതിയിട്ടുള്ളത്. അത്തരം കഥകൾ ഇനി നമുക്ക് AS പ്രതീക്ഷിക്കാമെന്നാണ് ആമുഖമായി പറയാൻ. ഇപ്പൊ പുഷ്പാകരൻ മാഷ് ഓരോ കഥയും കൃത്യമായി ഇഴപിരിച്ച് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കാണുന്ന കാഴ്ചപ്പാട് ഞാനും ചില കഥകളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇനിയിപ്പോ അത് സാധ്യതയില്ല. മാഷ് വളരെ വിശദമായി പറഞ്ഞു. എങ്കിലും ചില കഥകളെ കുറിച്ച് പറയാതിരിക്കാനും കഴിയില്ല. 29 കഥകളാണ് 103 പേജിലായിട്ട് വിന്യസിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാം ചെറിയ കഥകളാണ് നടത്തുന്നത്. 29 കഥകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേജിൽ ഒതുങ്ങുന്നുണ്ട്, 3-4 പേജിൽ ഒതുങ്ങുന്നുണ്ട്. വളരെ പെട്ടെന്ന് വായിക്കാൻ നമുക്ക് താല്പര്യം തോന്നുന്ന രീതിയിലാണ് അതിന്റെ വിന്യാസം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് കൊടുത്ത സൈബീരിയൻ കൊക്കുകളാണ്. എന്തുകൊണ്ട് സൈബീരിയൻ കൊക്കുകൾ എന്ന് നോക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ആ കഥയിലേക്ക്, ആ പുസ്തകത്തിലേക്ക് കടന്നത് സൈബീരിയൻ കൊക്കുകളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നത് ഇവാൻ ഇലീച്ചിന്റെ ജീവിതകഥ, ടോൾസ്റ്റോയുടെ കഥ വായിച്ചു കിടന്നതായിരിക്കാം അദ്ദേഹം. അതിന്റെ ഒരു ഇല്യൂഷനിലാണ് അദ്ദേഹം എന്ന സ്വപ്നമാണ് ഈ സൈബീരിയൻ കൊക്കുകളെ കുറിച്ച്. അതിൽ മറ്റു കാര്യമുണ്ട്. ഈ ടോൾസ്റ്റോയുടെ നോവൽ ഈ ഇവാൻ ഇലീച്ചിന്റെ മുറിയിൽ വന്നിരിക്കുന്നതെല്ലാം ചെരുപ്പുകുത്തികളും അവൻ ഭിക്ഷക്കാരും സാധാരണ മനുഷ്യരാണ്.
സാധാരണ മനുഷ്യരുടെ കഥകൾ പറയുന്ന ഒരാളാണ് ടോൾസ്റ്റോയ് എന്ന നിലക്ക് അദ്ദേഹത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇല്യൂഷൻ, അവിടെ ഇരിക്കുന്നവരുടെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ എവിടെയൊക്കെ കണ്ട് പരിചയമുള്ള മുഖങ്ങളാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ആ വരച്ചു വെച്ചുള്ള മുഖം ചിലപ്പോൾ റഷ്യൻ സാഹിത്യകാരന്മാരാവാം, അതല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ പരിഷ്കർത്താക്കളാകാം. ആ ഒരു ചിത്രം അദ്ദേഹത്തെ മനസ്സിൽ പതിഞ്ഞത് ചിലപ്പോൾ വൈദ്യർമാമന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിൽ നിന്നായിരിക്കാം. വൈദ്യർമാമന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം പലതും റഷ്യൻ സാഹിത്യ കൃതികളാണെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടിയുള്ള ഒരു സാങ്കല്പിക ലോകത്താണ് അദ്ദേഹം. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ മേടം വന്ന് ശരീരം ചേർത്ത് തൊടുന്ന അവസരത്തിലാണ് ഞെട്ടി ഉണരുന്നത്. അപ്പോഴാണ് സ്വന്തം ഭാര്യയാണ് വന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അത് മനോഹരമായ ചിത്രീകരണമാണ് ആ പുസ്തകത്തിന്റെ ചട്ട. ഇപ്പൊ പുഷ്പാരമാഷ് ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലേക്ക് തട്ടണമെങ്കിൽ അത് ആ കഥ വായിച്ചിരിക്കണം. വായിച്ചവർക്ക് ഈ പറയുന്ന സന്ദർഭങ്ങളെല്ലാം പെട്ടെന്ന് ഒരു ചിത്രം പോലെ മനസ്സിലേക്ക് ഓടി വരും. അദ്ദേഹത്തെ അലട്ടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ലോകം എന്താ ഇങ്ങനെയായി പോയത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് തോന്നും. പല വിഷയങ്ങളും ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നു. അതാണ് പറഞ്ഞത്, വീട്ടിൽ നിന്ന് ബുദ്ധസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ. ബുദ്ധസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ, ഒന്ന് രണ്ട് കഥകൾ അതിലുണ്ട്. അതുപോലെ മരണം പോലും നിസ്സംഗമായി കാണുന്നു. അതാണ് പറഞ്ഞത്, ഈ പട്ടണത്തിൽ ഒരാൾ ജീവന് വേണ്ടി പടയുന്നു, ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു, അവസാനം അദ്ദേഹത്തിന്റെ പിടച്ചിൽ അവസാനിച്ച് ഓരോരുത്തരെയും പൊഴിഞ്ഞു പോകുന്നു. അതുപോലെ സംഭവം ഉണ്ടായിരുന്നല്ലോ, പത്മതീർത്ഥം എന്ന് പറയുന്നല്ലേ, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കുളത്തിൽ ഒരാൾ മറ്റൊരാൾ പിടിച്ചു മുക്കുകയാണ്. ആളുകളെല്ലാം നോക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാവരും ആസ്വദിക്കുകയാണ്. അത് രക്ഷിക്കണമെന്ന് ഒരാൾക്കും തോന്നുന്നില്ല. നേരെ മറിച്ച് ഒരു കയറോ മറ്റോ ഉപയോഗിച്ച് 2-3 ആളുകൾ വെള്ളത്തിറങ്ങിയാൽ ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അത് നമ്മളെല്ലാം നടുക്കിയ ഒരു ദൃശ്യമാണ്. അതിനെക്കുറിച്ച് മുരുകൻ കാട്ടാക്കരുടെ ഗംഭീരമായ ഒരു കഥയുണ്ട്, പത്മതീർത്ഥം മുതൽ കവിതയും. അപ്പൊ ആ രീതിയിൽ മനുഷ്യൻ വളരെ നിസ്സംഗനായി പോകുന്ന ചില നിമിഷങ്ങൾ. എല്ലാവർക്കും ഇതൊരു കാഴ്ചകൾ മാത്രമാണ്, കെട്ടുകാഴ്ചകളായി ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. എന്താ ഈ ലോകം ഇങ്ങനെ എന്നാണ് എസ് അതിലൂടെ ചോദിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അല്ലെ, ഓൺലൈൻ വ്യാപാരത്തെ കുറിച്ച് പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്. മാഷത് പറഞ്ഞു, ഭാര്യയ്ക്ക് ഗൃഹോപകരണങ്ങളാണ് വേണ്ടത്, മകന് ബൈക്കാണ് വേണ്ടത്, മകൾക്ക് പുതിയ യൂട്യൂബിന് ആവശ്യമായ സംവിധാനമാണ് വേണ്ടത്. അപ്പോഴാണ് ചോദിക്കുന്നത് പൈസ എവിടെ? അപ്പോഴാണ് പൈസക്ക് എന്താ പ്രയാസം? പൈസയും വീട്ടിലെത്തും. നമ്മൾ ഇവിടുന്ന് നമ്മളെ മൊബൈൽ ഉപയോഗിച്ച് ബാങ്കിലേക്ക് മെസ്സേജ് ചെയ്താൽ കെട്ടുകിടന്ന് 500 രൂപ വേണം, 1000 വേണോ, 200 രൂപ വേണോ, കെട്ടായി പണം ഇവിടെ എത്തും. നാളെ ഇതെങ്ങനെ തീർക്കും എന്നുള്ള വിഷയം ആരും ചിന്തിക്കുന്നില്ല. പുതിയ ഒരു കുടുംബ വ്യവസ്ഥയുടെ ഒരു നേർചിത്രം, എല്ലാവരും അങ്ങനെയാണെന്നല്ല, അങ്ങനെയും ഉണ്ടാവാം. അതും ഒരു സാമൂഹിക പ്രശ്നമായി അദ്ദേഹം കാണുകയാണ്. അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ കുറെ കൂടി ആലങ്കാരികം, അതാണല്ലോ കഥയും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസം. കുറെ കൂടി ആളിൽ എത്തിക്കുന്നതിന് വേണ്ടി കുറെ കൂടി ആലങ്കാരികമായി അതിശയോക്തിപരമായി ചിത്രീകരിക്കുന്നത് ശരിയാണ്. ആ രീതിയിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി വരികയാണ്. മറ്റൊന്ന്, മതത്തിന്റെ പേരിൽ നടക്കുന്ന തെരുവ് കലാപങ്ങൾ. ഒരു 2 കുട്ടികൾ, പാൽ വിതരണക്കാരനും പത്രവിതരണക്കാരനും, രാവിലെ വരുമ്പോൾ കാണുന്നത് ഒരു ബാനർ കീറിയിട്ടാണ്. കുട്ടികൾക്ക് പോലും അറിയാം ഇത് വലിയ അത്യാപത്തിലേക്കാണ് പോകുന്നത്. കാരണം അവർക്ക് അനുഭവമുണ്ട്. അനുഭവം എന്ന് പറയുന്നത് തുറന്ന സംഭവമാണ്. പ്രത്യേകിച്ച് കാസർഗോഡിനെ സംബന്ധിച്ച് വർഗീയ കലാപങ്ങൾ നമുക്ക് പുതുമയല്ലോ. എത്രയോ ആളുകൾ ഇപ്പൊ കുറച്ചു കാലമായി അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്, നിരപരാധികളായ ആളുകളാണ് കൊല്ലപ്പെടുന്നത്. അപ്പൊ കുട്ടികൾക്കറിയാം ഇപ്പൊ കലാപം നടക്കും. അപ്പൊ ചോദിക്കട്ടെ, പാലിനെയും പത്രത്തിനെയും ഒഴിവാക്കില്ലേ? പാലിനെയും പത്രത്തിനെ ഒഴിവാക്കിയത് തെരുവിലാകെ കലാപല്ലേ നടക്കുന്നത്. പറഞ്ഞതുപോലെ ഭൂതങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭൂതങ്ങൾ ഇറങ്ങി, തെരുവിലാകെ ഇറങ്ങി നഗരത്തെ കയ്യിലൊതുക്കുന്നു. നിരവധി ആളുകൾ കുത്തേൽക്കുന്നു, മരിക്കുന്നു. അവസാനം സമാധാന ജാഥ നടക്കുന്നു.
സമാധാന ജാഥയെല്ലാം കഴിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസിലെത്തുമ്പോഴാണ് അദ്ദേഹത്തെ അതൊരു കവർ എടുക്കുന്നത് അവരുടെ JCB കമ്പനിയുടെ. സാറേ ക്ഷമിക്കണം, ഞങ്ങൾ കുറെ ദൂരെയുള്ള കമ്പനിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കത്തയക്കാൻ ഇത്രയും വൈകിപ്പോയത്. ഞങ്ങൾ ഇത്രാം തീയതി അതിലേക്കൂടെ ഞങ്ങളുടെ JCB ആയി പോകുമ്പോൾ ബോർവെൽ മിഷനായി ലോറിയുമായി പോകുമ്പോൾ അവിടെ കെട്ടിയ ബാനർ ഞങ്ങളുടെ ഇതിന്റെ കൊണ്ട് കീറിപ്പോയിട്ടുണ്ട്, അതിന്റെ നഷ്ടപരിഹാരം എന്താണെന്ന് തരാം എന്ന് പറയുന്നത്. അപ്പോഴാണ് നടുങ്ങുന്നത് നമ്മൾ. ഇതുവരെ പറഞ്ഞത് എതിരാളികൾ ചെയ്തതാണ്. അപ്പൊ എതിരാളികളെ കൊല്ലാൻ വേണ്ടി എന്തു മാർഗവും സ്വീകരിക്കുമെന്നുള്ളത് അടുത്ത കാല വർത്തമാനകാല ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ് അല്ലേ? ധാരാളം സംഭവങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുകയും ഒരു വിഭാഗത്തെ കൊന്നൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തുകയാണ്. കാരണം കണ്ടെത്താൻ കഴിയില്ല, കാരണം ഉണ്ടാക്കുകയാണ്. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നതിന്റെ ആകുലതയാണ്, വേവലാതിയാണ് കേസിന്റെ ആ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ആധുനിക വിദ്യാഭ്യാസം പുഷ്പരമാഷ ചോദിച്ചു, അങ്ങനെ ഉണ്ടാവുമോ ഒരു കുട്ടിയെ മാത്രം ഒരു സ്ഥാപനത്തിൽ? അതും അല്പം അതിശയോക്തിയായിരിക്കും. പക്ഷെ എന്താണ്, എന്റെ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി എന്റെ മകനെ മാത്രം ഉന്നതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ആ പുതിയ വിദ്യാഭ്യാസം തുടങ്ങിയിരിക്കും. എനിക്ക് കാശുണ്ട്, ഞാൻ അവിടെ എന്റെ കുട്ടിയെ പഠിപ്പിക്കും. എന്താണ് അവിടുത്തെ പ്രത്യേകത? ചിത്രം കാണിച്ചോ, സാധനം ആക്ഷേപിച്ചിട്ടുണ്ട്, DPP ആക്ഷേപിച്ചിട്ടുള്ളൂ. ആന കളിക്കാനും മരത്തിൽ കയറാനും പഠിപ്പിക്കുന്നു പറഞ്ഞില്ലേ? അപ്പൊ ആന കളിക്കും മരത്തിൽ കയറുന്നു പഠിക്കുന്നതിന് പകരം എല്ലാം തൊട്ട് കൂടുകളിൽ വെച്ചിട്ടുണ്ട്. തത്തയെ വെച്ചിട്ടുണ്ട്, പൂച്ചയെ വെച്ചിട്ടുണ്ട്, പട്ടിയെ വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ കാറ്റ് എന്ന് പറഞ്ഞ് ചിത്രം കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പൂച്ച, ഇതാണ് പട്ടി, ഇതാണ് തത്ത എന്ന് കാണിക്കാൻ വേണ്ടി വളരെ മനോഹരമായി വർണ്ണ ശബളിയോടുകൂടി ഉണ്ടാക്കിയ വിദ്യാലയം. ആ വിദ്യാലയം നേരത്തെ പറഞ്ഞ പോലെ പ്രവേശനത്തിന് അവർക്കൊരു നിർബന്ധവുമില്ല. പക്ഷെ ഒരു കുട്ടി മാത്രമാണ് അഡ്മിഷൻ വന്നത്. ആ കുട്ടിയെ പഠിപ്പിച്ച് വലിയ മഹാനാക്കി മാറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ അല്പന്മാരായ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ കുട്ടിയെ പോലും പരസ്പരം ബന്ധപ്പെടുത്താത്ത രീതിയിലുള്ള പുതിയ വിദ്യാഭ്യാസം. ശരിയാണത്, അത് അങ്ങനെയല്ല പറഞ്ഞതെങ്കിലും ഇപ്പൊ എന്താ സ്ഥിതി? ഓരോ മതക്കാർക്കും ഓരോ വിദ്യാലയങ്ങളാണ്. നമ്മളൊക്കെ പഠിച്ചു വന്ന കാലമല്ല ഇത്. നമ്മളൊക്കെ പഠിച്ചു വന്ന കാലത്ത് എല്ലാ വിഭാഗം കുട്ടികളും ഒന്നിച്ചാണ്. അന്ന് ജാതി ഏതാണ് മതം ഏതാണ് എന്ന് ചിന്തിച്ചിരുന്നേ ഇല്ല. ഇപ്പോൾ ഓരോ മതത്തിനും അവരുടെ വിദ്യാലയങ്ങളാണ്. അവിടെ പഠിപ്പിക്കുന്നത് ആ മതകാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ്. ആ മതകാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ എന്റേതാ വിശ്വാസം മാത്രമാണ്, എന്റേതാണ് മാത്രം ശരിയാണ്, മറ്റൊന്നും ശരിയല്ല എന്ന രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഒരു പൗരനായി പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഗുജറാത്ത് കലാപത്തിൽ നമ്മൾ കണ്ടത്. ഗുജറാത്ത് കലാപത്തിൽ ഏർപ്പെട്ട ആളുകൾ ഇത്തരം വിദ്യാലയങ്ങളിൽ നിന്ന് ഉണ്ടായി വന്ന പ്രോഡക്റ്റുകളാണെന്നാണ് റിപ്പോർട്ട്. അപ്പോ ആ രീതിയിൽ കുട്ടികളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ തന്നെയാണ് അതിൽ ഇടപെടുന്നത്. രക്ഷിതാക്കൾ സമീപനം മാറണം എന്നായിരിക്കാം ഈ കഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അതുപോലെ അവിശ്വാസികൾ. ആരാണ് വിശ്വാസി എന്നാണ് ഇപ്പോഴത്തെ വലിയ ചർച്ച. ആരാണ് വിശ്വാസി, ആരാണ് വിശ്വാസി? ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണ്, നീ വിശ്വാസി, നീ അവിശ്വാസി. എന്താണ് അവിശ്വാസികളുടെ കുഴപ്പമെന്നാണ് ഒരു ചോദ്യം. ഇവിടെ മാലാഖ എന്ന് പറഞ്ഞ മരണത്തിന്റെ മാലാഖ പുറപ്പെടുകയാണെന്ന്. അത് പുറപ്പെടുമ്പോ ലിസ്റ്റ് എടുത്തു, ഇത് ഒരു ക്രിസ്ത്യൻ കഥയാണ്, അതുകൊണ്ടാണ് മാലാഖ. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ ഹിന്ദു മതപ്രകാരമാണെങ്കിൽ കാലിനല്ല വേറൊരു പേരിട്ടല്ലോ, ചിത്രഗുപ്തനാണ് ലിസ്റ്റ് വായിച്ചു തരുന്നത്. ഇവിടെ മാലാഖയാണ്. മാലാഖ നോക്കിയപ്പോ ഈ അവിശ്വാസിക്ക് എന്ന് പറഞ്ഞാൽ, അവിശ്വാസി എന്ന് പറഞ്ഞാൽ അവിശ്വാസിയല്ല, അയാൾക്ക് പലതും വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അയാൾ അവിശ്വാസിയാവും ചിത്രീകരിക്കുന്നത്. ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾ, അദ്ദേഹത്തിന് ഒരു കുറ്റവും ഇല്ല. സാധാരണ പറഞ്ഞ ദൈവവിശ്വാസികൾ മാത്രമാണ് സന്മാർഗികൾ എന്നാണല്ലോ വ്യാഖ്യാനം അല്ലേ? ദൈവവിശ്വാസം ഇല്ലാത്ത അഴിമതി നടത്താം, വ്യഭിചാരം നടത്താം, കൊള്ള നടത്താം, കള്ളു കുടിക്കാം, എന്ത് തോന്നിയാസം നടത്താം എന്നാണല്ലോ ചില ആളുകൾ, ചില വിശ്വാസികൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് അങ്ങനെയല്ല. അവിശ്വാസികൾക്ക് അതിന് പരിഹാരവുമുണ്ട്. ചെയ്ത തെറ്റിനെ പരിഹരിക്കാൻ പരിഹാര മാർഗമുണ്ട്. പക്ഷെ വിശ്വാസം ഇല്ലാത്തതിന് ഒരു പരിഹാരവുമില്ല. അതുകൊണ്ട് അവനെന്ത് ചെയ്യും? അവനവന്റെ ജീവിതചര്യയിൽ ഒരു തെറ്റും സംഭവിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തും. ഇദ്ദേഹത്തിന്റെ ബയോഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇയാളെ കൊല്ലുക എന്നാ ചോദ്യം. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളുടെയും കവർന്നിട്ടില്ല. ആ രീതിയിലുള്ള ഒരു അവിശ്വാസി, അയാളുടെ വിശ്വാസം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അയാളുടെ വിശ്വാസം മറ്റൊന്നാണ്. സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹകരമായി ഒന്നും ചെയ്യാൻ പാടില്ല വിശ്വാസമാണ് അയാളെ നയിക്കുന്നത്.
അവസാനം അയാളെ നോക്കിയപ്പോ ഭൂമിയിൽ തന്നെ നിർത്തി, കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഭൂമിയിൽ തന്നെ നിർത്തി തെമ്മാടിക്കുഴിയിൽ അടക്കം ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ അവിശ്വാസിയോടും യേശുവിന് വിരോധമില്ലെന്നാണ് അതിൽ മനസ്സിലാവുന്നത്, അല്ലെ? അവിശ്വാസി എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തേണ്ട ഒരാളല്ല എന്നാണ് യേശു പറയുന്നത് വിചാരിക്കുന്നത്. അതുപോലെ പൗരത്വ നിരാകരണവുമായി ബന്ധപ്പെട്ട് അപ്പൊ പറഞ്ഞല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ ID കാർഡ് വേണം, ഓട്ടോറിക്ഷ കയറാൻ ID കാർഡ് വേണം, വീട്ടിൽ പോയപ്പോ മകനും പറഞ്ഞ ID കാർഡ് ഇങ്ങോട്ട് കയറിയാൽ മതി. അപ്പൊ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ID കാർഡിന്റെ മകൻ വീട്ടിൽ കയറ്റുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇലക്ഷൻ. ഇതൊക്കെ നമ്മുടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ അതിലൊരു അല്പം രാഷ്ട്രീയ കാര്യങ്ങളും വരും. ഇപ്പൊ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഉള്ള പുതിയ നിബന്ധനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നിബന്ധന? 2002 വോട്ടർ പട്ടികയിൽ ഉള്ളവർ മാത്രം പുതുക്കിയാൽ മതി എന്നാണ്, ബാക്കി എല്ലാവരും വിദേശികളാണ് എന്ന വ്യാഖ്യാനമാണ് വരുന്നത്. ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴിവാക്കിയത്. ഇതിപ്പോ എല്ലാ സ്ഥലത്തും വരാൻ പോവാണ്. 2002 കഴിഞ്ഞിട്ട് വർഷം 23 അപ്പൊ എല്ലാറ്റിനും പുറന്തള്ളാൻ പുതിയ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അതും ഒരു വിഷയമായി യേശുവിന്റെ മനസ്സിൽ പതിഞ്ഞു എന്നതാണ് ഈ കഥയുടെ പ്രത്യേകത. അതുപോലെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മേൽ ഭരണകൂടം നടത്തുന്ന കയ്യേറ്റം, അതാണ് നേരത്തെ പറഞ്ഞത്. ഒരു കഥാകൃത്ത് എന്തോ മാനസിക അസ്വസ്ഥത ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ ചോദിക്കും എന്താണ് ജോലി, ചോദിക്കുന്നു. അപ്പൊ പറയും ഞാനൊരു എഴുത്തുകാരനാണ്, അതുപോലെ വില്ലേജ് ഓഫീസ് ജീവനക്കാരനാണ്. വില്ലേജ് ഓഫീസ് ജീവനക്കാരനാണ്, അപ്പൊ ഞാൻ എഴുത്തുകാരനാണ്, ഞാൻ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ പോകുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പൊ ഡോക്ടർ ഇനി അതെല്ലാം നിർത്തിക്കോ, നിങ്ങൾ അങ്ങനെ ഉദ്ധരിക്കൊന്നും വേണ്ട, കഥയും എഴുതണ്ട. കഥയും ഉദ്ധാരണമൊക്കെ നടത്താൻ ചില ഏജൻസികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഗവൺമെന്റ്, അതനുസരിച്ച് അവര് ചെയ്തോളും, നിങ്ങൾ ആ പണിയൊന്നും എടുക്കണ്ട. നിങ്ങൾ വീട്ടിന് എന്താ എഴുതിയ പേര്? ഇപ്പൊ വീട്ടിലെന്തോ പേരുണ്ട്, അദ്ദേഹത്തിന്റെ പേരിന്റെ ഒപ്പം ഭുവനചന്ദ്രൻ കക്കട്ടിൽ നിന്ന് മറ്റേ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഭുവനേന്ദ്രൻ കക്കട്ടിൽ എന്ന ബോർഡ് മാറ്റിക്കോ, ഭുവനേന്ദ്രൻ കെ മതി എന്ന് പറഞ്ഞ അയാള് തൂലികാനാമൊന്നും ഇനി വേണ്ട, നീ തൂലികയെ എടുക്കണ്ട എന്ന രീതിയിൽ ഭരണകൂടം തന്നെ എല്ലാം നിശ്ചയിക്കുക, എല്ലാം യാന്ത്രികമായി നടന്നുകൊള്ളണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതൊന്നും വളരെ നിസ്സാരം കേട്ടോ. ഇത് സമീപ ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് വന്നുകൂടായില്ല. നമ്മുടെ എല്ലാം ഗ്രസിക്കാൻ പോകുന്ന ആപത്ത് തന്നെയാണ്. അങ്ങനെ ആപത്ത് ഗ്രസിക്കുന്ന അവസരം നമുക്ക് പറയാം. പണ്ട് ഇത് മുമ്പേ ചൂണ്ടിക്കാണിച്ചതാണല്ലോ. ദീർഘദർശികളാണല്ലോ കവികൾ, അല്ലെ സാഹിത്യകാരന്മാർ, എന്ന് നമുക്ക് വേണമെങ്കിൽ അപ്പോ പറയാം. മറ്റൊരു സത്യം ചൂണ്ടിക്കാണിക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന, നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുളത്തിന്റെ കരയിൽ ഒരു പാറയിൽ വെയിൽ മുക്കുമ്പോൾ തവള വന്ന് വെയിൽ കായാൻ നിൽക്കും. അപ്പൊ തവള കണ്ടിട്ടുണ്ട് ചൂണ്ടക്കാരൻ ആ വഴി ഇങ്ങനെ നടന്നു പോകുന്നത് പലപ്പോഴും. മീനുകൾ ഈ ചൂട് സമയത്ത് വെള്ളത്തിന് മുകളിൽ വന്ന് ഒന്നായി എല്ലാം ഒന്നിച്ച് നീന്തും. അപ്പൊ തവള പറഞ്ഞു, ഇത് അപകടമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർ വേണ്ടത്ര കരുതിയില്ല. അപ്പൊ അവരെ ആക്ഷേപിച്ചു, തവളയെ ആക്ഷേപിച്ചു. അത് തവള വിശ്വസിച്ചില്ല. കുറച്ച് കഴിയുമ്പോൾ ചൂണ്ടക്കാരൻ വന്നു. ചൂണ്ടക്കാരനെ കുറ്റം പറഞ്ഞു, ചൂണ്ടക്കാരന്റെ പണി അതാണ്, ചൂണ്ടയിടുക എന്നുള്ളത്. ചൂണ്ടയിട്ട് കൂട്ടത്തിൽ ഏറ്റവും നേതാവായ മീനിനെ തന്നെ കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞെന്താണ്, ഇയാളാണ്, ഈ തവളയാണ് ഇതിന്റെ കാരണക്കാരൻ. അതല്ലേ നമ്മൾ സമീപകാലത്ത് കാണുന്നത്. ഇപ്പൊ പൗരത്വ വിഷയമായാലും ഏത് വിഷയമായാലും വർഗീയത വിഷയമായാലും അത് പറയുന്നവരാണ് ശത്രുപക്ഷത്ത് നിൽക്കുന്നത്. വർഗീയത ഈ രാജ്യത്ത് വലിയ അപകടമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഏറ്റവും വലിയ വർഗീയവാദികളിൽ ചിത്രീകരിക്കുന്ന ആളുകൾ മത്സരിക്കുകയാണ്. എല്ലാ വർഗീയവാദികളും അപ്പോൾ ഒന്നാണ്. അത് ന്യൂനപക്ഷ വർഗീയത എന്ന് വേണ്ട, ഭൂരിപക്ഷ വർഗീയത എന്ന് വേണ്ട, എല്ലാ വർഗീയവാദികളും ഒന്നായി ചേർന്നുകൊണ്ട് വർഗീയതയ്ക്ക് എതിരെ പറയുന്നവരാണ് യഥാർത്ഥ വർഗീയവാദികൾ എന്ന് ചിത്രീകരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ തവളയുടെ കാര്യത്തിൽ ഇപ്പോൾ വന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഇത് എഴുതിയതെന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ രാശിയമാണ് എനിക്കത് വായിച്ചപ്പോൾ തോന്നിയത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ചൂണ്ടി ഇവരാണ് യഥാർത്ഥ വർഗീയവാദികൾ എന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ എല്ലാ കഥകളെ കുറിച്ച് പറഞ്ഞില്ല, വളരെ ഗംഭീരമായി നമ്മുടെ പുഷ്പാരൻ മാഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. കുറെ കഥകൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ ഇനി പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് യേശുവിന്റെ പ്രവാസ ലോകത്തെ കഥകൾ കാത്തിരിക്കുകയാണ്. അനുഭവങ്ങൾ കഥാരൂപത്തിലോ അല്ലെങ്കിൽ കഥ പോലെ വായിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ കഥകളായോ അനുഭവ രേഖകളായോ വരുമെന്നുള്ള പ്രതീക്ഷയും ഇനി അതിന് സാധ്യതയുണ്ട്. ജീവിതത്തിന്റെ സന്ത്രാസങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രാരബ്ധങ്ങളും വേവലാദികളും അവസാനിച്ചു എന്നാണ് തോന്നുന്നത്, അല്ലെ? 4 ആൺമക്കളാണ്,
അവരൊക്കെ ഇവിടേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പം പൂർണ്ണമായി വിശ്രമിക്കാനുള്ള ഒരു കാലമാണ് എന്ന് പറഞ്ഞാൽ ജോലി ഉപേക്ഷിക്കണം, ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് ഉപേക്ഷിക്കണം എന്നല്ല, നല്ല സമയമുണ്ട്. ആ സമയം ഉപയോഗിച്ച് നല്ല കഥകൾ എഴുതുകയും നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ